എസിക്ക് വേണ്ടി ചരടുവലിച്ച് കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം. സംസ്ഥാനത്തുടനീളം ആഘോഷങ്ങൾ നടത്താൻ കെ.സി. പക്ഷ നേതാക്കളുടെ ആഹ്വാനവും. അതിനിടെ അതൃപ്തി കടുപ്പിച്ചിരിക്കുകയാണ് സതീശൻ. ഒന്നാം സ്ഥാനം ഇല്ലെങ്കിൽ ഒന്നും വേണ്ട എന്നാണ് സതീശന്റെ നിലപാട്. കേരള നേതാക്കളുമായി ഡൽഹിയിൽ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ കൂടിക്കാഴ്ച പുരോഗമിക്കുകയാണ്. രാഹുലും ദിവാദാസ് മുൻഷിയും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, മണിക്കൂറുകൾ പിന്നിടുകയാണ് ഈ കൂടിക്കാഴ്ച. ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഇതുവരെയും അഖിലേന്ത്യാ നേതൃത്വത്തിന് സാധിച്ചിട്ടില്ലേ? ചർച്ചകൾ എങ്ങനെ പുരോഗമിക്കുന്നു ഇപ്പോൾ? സുരേഷ്, എനിക്ക് പിന്നിൽ കാണുന്നത് മല്ലികാർജുന ഖാർഗെയുടെ വസതിയാണ്. ഈ വസതിക്കുള്ളിലുണ്ട് 3 നേതാക്കന്മാരും, ഒപ്പം തന്നെ രാഹുലും ദീപാദാസ് മുൻഷി അടക്കമുള്ളവരും. ചർച്ചകൾ ഏതാണ്ട് 2.5 മണിക്കൂറിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇതുവരെയായിട്ടും ഒരു സമവായത്തിലെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. അതേസമയം തന്നെ കെ.സി. എന്ന ഒരു പേരിലേക്ക് എത്തി എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്തുടനീളം കെ.സി. പക്ഷത്തോട് ആഘോഷങ്ങളും മറ്റും സംഘടിപ്പിക്കാൻ നിർദ്ദേശിച്ചത് എന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. ഏതായാലും മറ്റ് ഇരു നേതാക്കളെയും, വി.ഡി. സതീശനെയും രമേശ് ചെന്നിത്തലയും വെട്ടി എന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭ്യമാകുന്നത്. അതായത് കെ.സി. വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രിയാകാൻ സാധ്യത കൂടുതലാണ്. കെ.സിക്ക് അനുകൂലമായിട്ട് നിലപാട് കൂടുതൽ എം.എൽ.എമാർ പ്രഖ്യാപിച്ചതോടെ, അതായത് നമ്പേഴ്സിൽ മാത്രം നോക്കാം എന്നുള്ളതായിരുന്നു കേന്ദ്ര നേതാക്കളുടെ ഒരു നിലപാട്. ദീപാദാസ് മുൻഷിയും രാഹുലും അടക്കമുള്ളവർ, അതേപോലെ തന്നെ മല്ലികാർജുന ഖാർഗെയും അടക്കമുള്ളവർ ഈ ഒരു വിഷയത്തിൽ നിലപാടെടുത്തത് എത്ര എം എൽ എമാർ ആരെയൊക്കെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് മാത്രം പരിശോധിക്കാം. ആ എം.എൽ.എമാരുടെ സംഖ്യ അനുസരിച്ച് ഇതിന്മേലൊരു തീരുമാനമെടുക്കാമെന്നുള്ളൊരു നിലപാട് ഈ കേന്ദ്ര നേതൃത്വം കൈക്കൊണ്ടു എന്നുള്ളതാണ് ലഭ്യമായ സൂചനകൾ. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നേരത്തെ തന്നെ ചില പുറത്തു വന്ന ദൃശ്യങ്ങളിൽ, അതായത് കേന്ദ്ര നിരീക്ഷകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അവരുടെ പക്കമുണ്ടായിരുന്ന ലിസ്റ്റിൽ കൂടുതൽ എം.എൽ.എമാർ പിന്തുണച്ചത് കെ.സി. ആണ് എന്നുള്ളത് വ്യക്തമായിരുന്നു. അങ്ങനെ കെ.സിക്കാണ് ഇപ്പോൾ കൂടുതൽ പിന്തുണ എന്നുള്ളത് ഈ കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായ സൂചനകൾ. അങ്ങനെയാണെങ്കിൽ കെ.സി. എന്നുള്ള ഒരു പേരിലേക്ക് എത്തും എന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. ഏതായാലും പുറത്തു വരുന്ന സൂചനകൾ മാത്രമാണ്. ഈ സൂചനകൾക്കപ്പുറം ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതാണ്ട് 4 മണിയോടുകൂടി ആരംഭിച്ച മീറ്റിംഗ് ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. കെ.സിയുടെ മറ്റ് വാദമുഖങ്ങൾ കൂടി കേന്ദ്ര നേതൃത്വം പരിഗണിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്, അതിനപ്പുറത്തേക്ക് സംഘടനാ പാടവം തനിക്ക് ഉണ്ട്. കേന്ദ്രത്തിൽ, അതായത് മുഴുവൻ സംസ്ഥാനങ്ങളിലും ഈ കോൺഗ്രസിൻ്റെ ഒരു നീക്കം, അല്ലെങ്കിൽ കോൺഗ്രസിനെ ചലിപ്പിക്കുവാൻ തനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലും തനിക്ക് കൃത്യമായി തന്നെ ഉള്ള ഒരു ചലനമുണ്ടാക്കി, അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള നിലപാട് കെ.സി. പറഞ്ഞു. കെ.സി. ഇത്തരമൊരു പദവിയിലിരിക്കുന്നയാൾ എന്തിന് തിരിച്ച് കേരളത്തിലേക്ക് മടങ്ങി വരണം, അല്ലെങ്കിൽ എന്തിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണമെന്നുള്ള ചോദ്യം മറ്റ് ഇരു നേതാക്കളും മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ഗുലാം നബി ആസാദ് അടക്കം, മുൻപ് ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്ന ഗുലാം നബി ആസാദ് മുഖ്യമന്ത്രിയായിട്ടുണ്ട്, കേന്ദ്രമന്ത്രിയായിട്ടുണ്ട്. ഇതൊക്കെയാണ് അദ്ദേഹം കെ.സിയുടെ പക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, സംസ്ഥാനത്ത് ഒരു പൊതുവിൽ ഒരു വികാരം തനിക്കൊപ്പമുണ്ട് എന്നുള്ളതും കെ.സി. അവതരിപ്പിച്ചു. എന്നാൽ വി.ഡി. സതീശനാകട്ടെ നേരെ മറിച്ചൊരു വാദമുഖമാണ് മുന്നോട്ട് വെക്കുന്നത്. സഖ്യകക്ഷികൾ തനിക്കൊപ്പമാണ്, പ്രത്യേകിച്ച് ലീഗിൻ്റെ അടക്കം പിന്തുണ തനിക്കാണ് എന്നുള്ളതാണ് വി.ഡി. സതീശൻ മുന്നോട്ട് വെക്കുന്ന വാദം. ഈ കഴിഞ്ഞ 10 വർഷം ഇടത് ഭരണത്തിന് കീഴിൽ കേരളം മുന്നോട്ട് പോയപ്പോൾ അതിനെ കൃത്യമായി തന്നെ പ്രതിപക്ഷ സ്ഥാനത്ത് ഇരുന്ന് ചെറുത്തു തോൽപ്പിക്കുവാൻ കോൺഗ്രസിന് സാധിച്ചു. അതിൽ 5 വർഷക്കാലം തൻ്റെ നേതൃത്വത്തിലായിരുന്നു ഇത്തരം പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ക്രിയാത്മകമായൊരു പ്രതിപക്ഷമാകുവാൻ വേണ്ടി തനിക്ക് സാധിച്ചു. അതിനെ നേതൃത്വം നൽകുവാൻ തനിക്ക് സാധിച്ചു. പട നയിച്ചവൻ താനാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും പട നയിക്കുവാൻ തനിക്ക് തന്നെ അവസരം നൽകണമെന്നുള്ള വാദമുഖമാണ് വി.ഡി. സതീശൻ വെക്കുന്നത്. സഖ്യകക്ഷികളെ മുൻനിർത്തിക്കൊണ്ടാണ് വി.ഡി. സതീശൻ വിലപേശൽ നടത്തുന്നത്. പ്രത്യേകിച്ച് ലീഗിൻ്റെ അടക്കം നിലപാടുകൾ മുൻനിർത്തിക്കൊണ്ടാണ് വി.ഡി. സതീശൻ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ വിലപേശുന്നത്. അതേസമയം രമേശ് ചെന്നിത്തലയാകട്ടെ സീനിയോറിറ്റി വ്യക്തമാക്കുന്നു. താൻ സീനിയറാണ്, തൻ്റെ പല നേതാക്കൾക്കും താനാണ് മെമ്പർഷിപ്പ് നൽകിയത്, അവരൊക്കെ കേന്ദ്രമന്ത്രിമാരും മറ്റ് മന്ത്രിസ്ഥാനങ്ങളിലേക്കും എത്തി, അതുകൊണ്ട് തന്നെ തനിക്കൊരു അവസരം നൽകണമെന്നുള്ള നിലപാടാണ്. ഏതായാലും ഈ അല്പസമയത്തിനകം തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷകളുണ്ട്. ചില നേതാക്കന്മാരൊക്കെ പുറത്തിറങ്ങി, ഈ മല്ലികാർജുന ഖാർഗെയുടെ വസതിക്ക് പുറത്തിറങ്ങി നിൽപ്പുണ്ട്. ഒരുപക്ഷേ ഉടൻ തന്നെ നേതാക്കൾ പുറത്തേക്ക് വന്നൊരു പ്രഖ്യാപനം നടത്തുവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. സുരേഷ്, കെ.സിയോ വീഡിയോ ചെന്നിത്തലയോ ആരാകും കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി? അല്പസമയത്തിനകം തന്നെ ഇതിന്റെ ഉത്തരം ലഭ്യമാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാരത്തോൺ ചർച്ചകളാണ് ഡൽഹിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എസ് നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്.